ഏതാനും ആഴ്ചയായി പതിവില്ലാത്തത്ര കടുത്ത തണുപ്പാണ് ന്യൂയോർക്ക് മേഖലയിൽ അനുഭവപ്പെടുന്നത്. നമുക്കാർക്കും പരിചയമല്ലാത്ത തണുപ്പ്, പരിചിതമല്ലാത്ത ഒരു തണുപ്പ്. അതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം, ന്യൂയോർക്ക് സിറ്റിയിൽ മാത്രം 25 പേർ ഈ കടുത്ത തണുപ്പിൽ മരിച്ചു എന്നാണ് കണക്ക്. 18 പേര് ഹോംലെസ് ആയിട്ടുള്ള ആളുകൾ, അവർ വഴിയരികിലുമൊക്കെ താമസിക്കുന്നവരാണ്, കടത്തിണ്ണകളിലുമൊക്കെ താമസിക്കുന്നവർ. അവർ ചൂട് കിട്ടാതെ മരിച്ചു. അതുപോലെ തന്നെ 7 പേര് വീടുകളിലാണെങ്കിലും അവർക്ക് മതിയായ ചൂടില്ലാത്തതുകൊണ്ട് മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ 25 പേര്. അപ്പോൾ 25 പേർ ഒരു നഗരത്തിൽ മരിക്കുക, അതും ന്യൂയോർക്ക് നഗരത്തിൽ, ലോകത്തിലെ ഏറ്റവും സൗകര്യങ്ങളും ഏറ്റവും അധികം പണമുള്ള നഗരത്തിൽ മരിച്ചു എന്ന് പറയുമ്പോൾ ആളുകൾ ന്യായമായും കുറ്റപ്പെടുത്തുന്നത് പുതിയ മേയർ സൊഹ്റാൻ മാംദാനിയാണ്. അപ്പം മാംദാനി എന്തെങ്കിലും ചെയ്തിട്ടല്ല ഇങ്ങനെ ആളുകൾ ഹോംലെസ് ആയി പോയത്, അതുപോലെ തന്നെ ഇത്രയും കടുത്ത തണുപ്പ് വന്നത്. ഇതെല്ലാം മാംദാനിയുടെ കഴിവിനപ്പുറമുള്ള കാര്യമാണ്, മാംദാനിയെ ബാധിക്കുന്ന കാര്യങ്ങളേ അല്ല. പക്ഷേ അതിനെല്ലാം കുറ്റപ്പെടുത്തുന്ന മാംദാനിയാണ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇത്രയും കടുത്ത തണുപ്പ് വന്നുവെങ്കിലും ഈ ഹോംലെസ് ആയിട്ടുള്ള ആളുകൾ വഴിയിൽ തന്നെ താമസിക്കുന്നു. ഈ വഴിയിൽ നിന്ന് അവരെ നിർബന്ധപൂർവ്വം പിടിച്ചുകൊണ്ട് പോകാനായിട്ട്, നിങ്ങൾ അവിടെ താമസിക്കാൻ പറ്റില്ല, നിങ്ങളെ നിങ്ങൾ ചൂടുള്ള സ്ഥലത്തേക്ക് മാറണം, മുറികളിലേക്ക് മാറണം എന്ന് പറഞ്ഞ് അവരെ പിടിച്ചെടുത്തുകൊണ്ട് പോകാൻ വകുപ്പില്ലത്രേ, നിയമമില്ലത്രേ. അവരുടെ സ്വാതന്ത്ര്യമാണ് അവിടെ വഴിയിൽ താമസിക്കുക എന്നുള്ളത്, വഴിയിൽ താമസിച്ച് ചാകുക എന്നുള്ളത്. അത് ചാകുക എന്നുള്ള അങ്ങനെ ഒരു അവസ്ഥയിൽ കാരണം അവർക്ക് സ്വയം തീരുമാനമെടുക്കാൻ കഴിവില്ലാത്തവരാണ് മിക്കവരും. ഇവർ പലരും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരാണ്, അല്ലെങ്കിൽ ഈ ഡ്രഗ് അഡിക്ട്സാണ്. അങ്ങനെയുള്ളവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള കഴിവില്ല. ആ സാഹചര്യത്തിൽ സർക്കാർ അധികൃതർ ഇടപെട്ട് ഇവരെ നിർബന്ധപൂർവ്വം അവിടെ നിന്ന് മാറ്റേണ്ടതായിരുന്നില്ലേ എന്നാണ് ചോദ്യം. മാറ്റേണ്ടതായിരുന്നു, അതാണ് സത്യം. കാരണം അവർ സ്വയം അപകടത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ് അവരെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായ ഒരു കാര്യമായിരുന്നില്ല. ആ ന്യൂയോർക്ക് ട്രംപാണ് ആ കാര്യത്തിൽ ശക്തമായൊരു നിലപാട് കാണിച്ചത്. ഈ വാഷിംഗ്ടൺ DC-യിലൊക്കെയുള്ള വഴിയരിയിൽ താമസിക്കുന്നവരെല്ലാം ഒഴിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ വഴിയരിയിൽ താമസിക്കാൻ ആർക്കും ഒരു അവകാശമില്ല. ഈ വഴി പൊതുവായിട്ടുള്ളൊരു പൊതുവഴിയാണ്, പബ്ലിക്കിനുള്ള സ്ഥലമാണത്. അത് കയ്യേറാനും അവിടെ താമസിക്കാനും അത് വൃത്തികേടാക്കാനും ആർക്കും ഒരവകാശമില്ല. അവർക്ക് മാനസിക പ്രശ്നമാണെങ്കിൽ അവരെ മാറ്റണം. അതിന് അർഹമായ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. സിറ്റിയൊക്കെ ധാരാളം പണം മുടക്കുന്നതാണ് ഈ ഹോംലെസ് പീപ്പിളിന് വേണ്ടി. പക്ഷേ പലരും എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെങ്കിലും അവർക്ക് ഈ വഴി താമസിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെ ചികിത്സിക്കുക എന്നല്ലാതെ വേറെ എന്താണ് മാർഗ്ഗം? അപ്പോൾ അത് അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്നത് ഒട്ടും ശരിയല്ല. അവർക്ക് ദോഷം, അതുപോലെ തന്നെ സിറ്റിക്ക് ദോഷം. എന്തോരു നാണക്കേടാണ്. അമേരിക്ക പോലെ ഇത്ര സമ്പന്നമായ ഒരു രാജ്യത്ത് മനുഷ്യർ വഴിയരികിൽ താമസിക്കുന്നു എന്നുള്ളത്. അപ്പം അത് ആരുടെയും കുറ്റമല്ല, അത് അവരുടെ തന്നെ പ്രശ്നമാണത്. എങ്കിൽ പോലും ഇങ്ങനെയുള്ള കടുത്ത തണുപ്പ് വന്നപ്പോൾ അവരെ അതിന് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് മാംദാനിക്കെതിരെ പറയുന്ന ആരോപണം. അപ്പോൾ ഏതായാലും മാംദാനിയുടെ സോഷ്യൽ സർവീസ് അതിൻ്റെ ഡയറക്ടർ, അതിൻ്റെ മേധാവി, ഒരു സ്ത്രീ, അവർ രാജിവെക്കുകയുണ്ടായി. അപ്പോൾ അവർ പറയുന്നത് ഈ തണുപ്പ് വന്നത് പെട്ടെന്നൊരു രാത്രിയാണ്, ഒരു വീക്കെൻഡിലാണ്, ആരും പ്രതീക്ഷിച്ചില്ല. അതുപോലെ തന്നെ എല്ലാവരും വീക്കെൻഡാകുമ്പോൾ എല്ലാവരും അവധിയിലും അങ്ങനെയൊക്കെയുള്ള സമയമാണത്. പ്രതീക്ഷിക്കാതെ തണുപ്പങ്ങ് വരികയാണ് ചെയ്തത്. അപ്പോൾ അതിലാണ് ആളുകൾ മരിച്ചു പോയത് എന്നാണ് പറയുന്നത്. എന്തായാലും സിറ്റി അക്കാര്യത്തിലൊരു ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടായിരുന്നു. അതിനു പുറമേ ഈ വഴിയരികിൽ താമസിക്കാൻ പറ്റുകയില്ലെന്ന് ശക്തമായൊരു നിയമമാണ് ഉണ്ടാവേണ്ടത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് ഒഴിയുന്നതിൽ ഒരർത്ഥവുമില്ല. അവരെവിടെയെങ്കിലും രാത്രിയിൽ എവിടെയെങ്കിലും താമസിച്ചോളട്ടെ. എതിലൂടെയൊക്കെ അറിഞ്ഞിരിഞ്ഞാലും രാത്രിയാകുമ്പോഴെങ്കിലും ഏതെങ്കിലും റൂമുകളിലൊക്കെ ചെല്ലുന്ന ഒരു സംവിധാനം അതാണ് ഉണ്ടാവേണ്ടിയിരിക്കുന്നത്. എന്തായാലും മാംദാനിയെ അടിക്കാനുള്ളൊരു വഴിയായിട്ടത് വലതുപക്ഷം ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് മാംദാനി, ഈ ഹോംലെസ് പ്രോബ്ലം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇത് കാലാകാലങ്ങളായിട്ടുള്ള കാര്യമാണ്. മാംദാനിയുടെ കാലത്തുള്ളതല്ല. മാംദാനി സ്ഥാനമേറ്റിട്ടിപ്പം ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ, 1.5 മാസമേ ആകുന്നുള്ളൂ. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെ എങ്ങനെ ഇടപെടണം എന്ന് ഒരു ധാരണ വരണമെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് വേണം എന്നാണ് ഈ വലതുപക്ഷത്തിലുള്ളവർ പറയുന്നത്. അപ്പം മാംദാനിക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല. അദ്ദേഹം 2 തവണ അസംബ്ലി മെമ്പറായിരുന്നു. അപ്പോൾ MLA-യോ MP-യോ ഒക്കെ ആകാൻ വലിയ പ്രയാസമൊന്നുമില്ല. അവിടെ പോയി നെടുനെടുക്കൻ പ്രസംഗം നടത്തിയാൽ മതി, കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. പക്ഷേ മേയർ, അത് മന്ത്രി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ അവർക്ക് ശക്തമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എന്നാലേ അവർക്ക് നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റൂ
എന്നത് ഒരു വസ്തുതയാണെന്ന് തോന്നുന്നു. ഇപ്പം നമുക്കറിയാം മന്ത്രി വീണ ജോർജ് മാധ്യമരംഗത്ത് നിന്ന് പെട്ടെന്ന് മന്ത്രിയായി കഴിഞ്ഞ് കുറേ കാലത്തേക്ക് അവർക്കെതിരെ കടുത്ത ആക്ഷേപമായിരുന്നു. ഇപ്പം പിന്നെ കുറച്ച് ഭേദപ്പെട്ടു എന്ന് തോന്നുന്നു. ഇപ്പം അവരുടെ പ്രവർത്തനം മെച്ചപ്പെട്ടു എന്ന് തോന്നുന്നു, കുറേ വർഷത്തെ എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പോൾ എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാംദാനിക്ക് അങ്ങനെ ഒരു കാര്യം ഒട്ടില്ലായിരുന്നു എന്നാണ് ഈ വലതുപക്ഷ മീഡിയ ഒക്കെ പറയുന്നത്. ഈ ഇദ്ദേഹം 2 തവണ MP പിന്നെ MLA അസംബ്ലിമാനായതൊഴിച്ചാൽ മറ്റൊരു കാര്യവും ചെയ്തിട്ടില്ല. മറ്റൊരു തരത്തിലും ഏതെങ്കിലും സ്ഥാപനങ്ങളെ നയിക്കുകയോ ഏതെങ്കിലും കാര്യങ്ങളിൽ സ്വന്തമായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപക്ഷെ അതും ഒരു കാരണമാകാം. പിന്നെ മാംദാനി വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് ഈ സ്ഥാനത്തേക്ക് വിജയിച്ചത്, പിന്നെ സിറ്റിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ബേസിക് അഡ്മിനിസ്ട്രേഷൻ കാര്യം അദ്ദേഹം അത്ര ശ്രദ്ധിച്ചോ എന്ന് അറിഞ്ഞുകൂടാ. കുറഞ്ഞ പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് ഈ നഗരം എങ്ങനെ പോകുന്നു, നഗരത്തിൻ്റെ പൾസ്, പിന്നെ പെട്ടെന്നൊരു ദിവസം അത് മാറ്റിമറിക്കാനാവില്ലല്ലോ. എന്തായാലും അത് അങ്ങനെ നിൽക്കുന്നു. അപ്പം മേയറുടെ കാര്യം, പിന്നെ എക്സ്പീരിയൻസിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് ഞാൻ ഈ നമ്മുടെ തിരുവനന്തപുരത്തെ മേയറുടെ കാര്യം ഓർക്കുന്നത്. 21 വയസ്സുള്ള ഒരു പെങ്കൊച്ചിനെ മേയറാക്കി. ഇന്നിപ്പോൾ ഇതാ ആ സിറ്റി മുഴുവൻ പിന്നെ BJPക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നു. അപ്പം മാർക്സിസ്റ്റ് പാർട്ടി എന്താണ് ഉദ്ദേശിച്ചത്? 21 വയസ്സുള്ള ഒരു കുട്ടിയെ, അതായത് വേറെ അർഹരായ ആളുകളുണ്ട്, പരിചയമുള്ള ആളുകളുണ്ട്, പക്ഷേ അവർ പലരും മത്സരരംഗത്ത് വരുന്നു. അപ്പോൾ അവരിൽ ഒരാളെ, ഏറ്റവും സമർത്ഥനായ ആളെ അല്ലെങ്കിൽ ഏറ്റവും യോഗ്യനായ ആളെ കണ്ടെത്തുന്നതിന് പകരം എളുപ്പം എന്നാൽ പിന്നെ നമുക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ ആളെ ആക്കാം, ഉത്തരവാദിത്വം അങ്ങ് ഒഴിഞ്ഞു വിട്ടു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? നഗരം കൈമോശം വന്നുപോയി. അപ്പോൾ ഇത് കഷ്ടമാണ്. എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പിന്നെ നിയമിക്കേണ്ടത്. എന്നാലല്ലേ അവർക്കറിയൂ ഇന്നതൊക്കെ ചെയ്യണം, അല്ലെ ഇന്നിടത്തൊക്കെ എത്തണം എന്നുള്ള. ഈ പരിചയമൊന്നും ഇല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പരിചയം കിട്ടും എന്നുള്ളത് നേര് തന്നെയാണ്. പക്ഷേ അതിന് എത്രയോ വർഷങ്ങളെടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഖേദകരമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും കാണുന്നു. ആ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ അതിങ്ങനെ MLAയും MPയും ഒക്കെ ആക്കി പ്രോത്സാഹിപ്പിക്കാം എന്നല്ലാതെ ഈ മേയറും പിന്നെ മന്ത്രിയും അങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങളിലേക്ക് പിന്നെ പക്വതയും അറിവും പരിചയവും ഉള്ളവർ തന്നെ വരണം. അതിൻ്റെ ഒരു നല്ല തെളിവാണ് ഇപ്പം മാംദാനിയുടെ കാര്യത്തിലും അതുതന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത് എന്ന് കരുതി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ടതില്ല. 34 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ 1.5 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള സമയമുണ്ട്, സൗകര്യമുണ്ട്. പിന്നെ ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള കഴിവുമുണ്ട്. എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാം.